ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അവസാനം നടന്ന റിയൽ മാഡ്രിഡ് വേഴ്സസ് ബാഴ്സലോണ മത്സരത്തിന് ശേഷം ഒരു മത്സരം തോൽവി വഴങ്ങിയതിന് ശേഷം തിബോ കോർട്ടുവ, എഡ്വാർഡോ കമവിംഗ ആൻഡ് ചൗമിനി എന്നീ പ്ലെയർ ഓൾമോസ്റ്റ് എല്ലാവർക്കും നെഗറ്റീവ് കോമൻസ് വരുന്നുണ്ട്. പക്ഷെ വളരെയധികം കൂടുതലായിട്ടാണ് ഈ ഒരു മൂന്ന് പ്ലെയർക്ക് വരുന്നത് കാണാൻ വേണ്ടി സാധിച്ചത്. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം കോർട്ടുവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രോപ്പർ സെൻട്രൽ ബാക്ക് ഇല്ലാതെ പിന്നെ മെൻഡി എന്തിനാണെന്ന് മെൻഡിക്ക് പോലും അറിയാത്ത മെൻഡിനെ ആരും വിമർശിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു മെൻഡിനെ എല്ലാവരും ആ ഒരു മെൻറ്റാലിറ്റി കണ്ടത് കൊണ്ടാണോ, പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ലയെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ ഒരു വിമർശനം വരാത്തത്, അല്ലെങ്കിൽ ഈ ഒരു പ്ലെയറിനെ റീപ്ലേസ് ചെയ്യണം എന്ന് വരെ യാതൊരുവിധ കോമൻസോ ആരും വിമർശിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചില്ല. ഒന്നും കോർട്ടർ ഇത്രയും അധികം ഗോൾ വാങ്ങിയില്ലേ എന്ന് പറഞ്ഞിട്ടാണ് വിമർശിക്കുന്നത്. ആദ്യം തന്നെ നോക്കേണ്ടത് ഡിഫൻസ് ഈ മച്ച് ബെറ്റർ എന്ന് പറയാൻ വേണ്ടിയിട്ട് റുഡിഗർ മാത്രമേ എനിക്ക് ആ ഒരു മാച്ച് എന്നല്ല, ഇതുവരെ വന്ന റീസെൻ്റ് എല്ലാ മാച്ചിലും ഒരു ഏവറേജ് പെർഫോമൻസെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട് റുഡിഗറിൻ്റെ കയ്യിൽ നിന്ന് മാത്രമാണ്. ചൗമിനിനെ കുറിച്ച് പറയാണ്ട് ചില മാച്ചസിൽ സക്സസ് ആവും, പക്ഷെ എല്ലാ മാച്ചസിലും കൺഫേം ആയിട്ട് അത് ആ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അത് പുള്ളിക്കാരൻ്റെ തെറ്റുമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് പുള്ളിയുടെ പൊസിഷൻ സെൻറ്റർ ബാക്ക് എന്ന ഒരു പൊസിഷനില്ല. ഒളിമ്പിക് ലിയോണിൽ നിന്ന് റിയൽ മാഡ്രിഡിൻ്റെ ഓഫർ വരുന്ന ആ ഒരു സമയത്ത് തന്നെ ലിവർപൂളിൻ്റെ ഭാഗത്ത് നിന്നും പുള്ളിക്ക് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അത്രയും നല്ല ഒരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു ചൗമിനി. എനിക്ക് തോന്നുന്നു ലിവർപൂൾ റിയൽ മാഡ്രിഡിനേക്കാൾ വലിയ ഓഫർ കൊടുത്തു എന്നൊക്കെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. പക്ഷെ എന്നിട്ടും റിയൽ മാഡ്രിഡ് ആണ് പുള്ളിയുടെ ആ ഒരു ഡ്രീം ക്ലബ്ബ് എന്നുള്ള രീതിയിൽ റിയൽ മാഡ്രിഡിൽ വന്നിട്ട്, പക്ഷേ അവിടെ ഒന്നും കളിച്ച ഒരു പെർഫോമൻസ് റിയൽ മാഡ്രിഡിൽ വന്നതിന് ശേഷം പുള്ളിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. പക്ഷെ അത് പുള്ളിയുടെ മാത്രം തെറ്റാണെന്ന് ഞാൻ പറയാനും ഉദ്ദേശിക്കുന്നില്ല. ആദ്യം പറയേണ്ടത് ഇതിനൊക്കെ കാരണക്കാരനായ കോച്ചിനെ മാത്രമാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഒരു പ്ലെയറിന് ഇഞ്ചുറി പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത്, ഇപ്പോൾ ഒരു കമവിംഗനെ തന്നെ പറയാം. കമവിംഗ എന്ന് പറയുന്ന പ്ലെയർ സെൻട്രൽ മിഡ്ഫീൽഡർ ഓർ ഡിഫൻസ് മിഡ്ഫീൽഡറൊക്കെ ആയിട്ട് ചില സമയത്തൊക്കെ കളിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് റിയൽ മാഡ്രിഡിൽ വരുന്നതിന് മുന്നേ. പക്ഷെ പ്രോപ്പർ ഡിഫെൻസീവ്ലി കളിക്കുന്ന ഒരു പ്ലെയറല്ല കമവിംഗ. അറ്റാക്കിങ് നല്ലൊരു ഓപ്ഷനാണ് കമവിംഗിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ള പ്ലെയറിനെ ഒരു ചാമ്പ്യൻസ് ലീഗ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, സിറ്റിയുടെ ഫസ്റ്റ് ലെഗിൽ കമവിംഗിനെ അവിടെ ലെഫ്റ്റ് ബാക്കായിട്ട് യൂസ് ചെയ്തു. അത് സക്സസ് ആയി. പക്ഷേ നെക്സ്റ്റ് ലെഗ് വരുന്ന സമയത്ത് ഗാർഡിയോള അത് ശരിക്കും നോട്ട് ചെയ്ത് കമവിംഗ ആ ഒരു മാച്ച് ഫ്ലോപ്പായിരുന്നു. അതോടുകൂടി ആ ഒരു ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി. കാർലോനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് ഒരു കളിയോ രണ്ട് കളിയോ സക്സസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പൊസിഷൻ അത് തന്നെയാണ്. ലെഫ്റ്റ് വിങ് ഒരു സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറിനെ എടുത്തിട്ടാണ് ആ ഒരു ഡിഫെൻസീവിൽ പ്ലേസ് ചെയ്യുന്നത്. എങ്ങനെ അത് ഫ്യൂച്ചറിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും? നമ്മൾ ആ ഒരു പ്ലെയറിൻ്റെ ഭാഗത്തുനിന്ന് കൂടി ചിന്തിക്കണം. അല്ലാതെ ഒരു വട്ടം അത് സക്സസ് ആയി എന്ന് വിചാരിച്ചിട്ട് എല്ലാ വട്ടവും സക്സസ് ആണെന്നില്ല. ഇത് കമവിംഗയുടെ മാത്രം കാര്യമല്ല, ചൗമിനിനെ കുറിച്ചിട്ടും അതുപോലെ വാസ്കസിനെ കുറിച്ചിട്ട് എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. വാസ്കസ് പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് അത് അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് അവരെ കുറിച്ച് ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഇതുവരെ എനിക്ക് ആ ഒരു പ്ലെയറിൻ്റെ ആവശ്യം തന്നെ റിയൽ മാഡ്രിഡിന് ഉണ്ടോ എന്നുവരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ ചൗമിനിനൊക്കെ വിമർശിക്കുന്നതിൽ വളരെ ബുദ്ധിമോശമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ അത്രയും ടാലൻ്റ് ഉള്ളൊരു പ്ലെയർ ആയിട്ട് തന്നെയാണ് എനിക്ക് ചൗമിനിനും കമവിംഗേനും എനിക്ക് പറയാനുള്ളത്. നമ്മൾ വിമർശിക്കുമ്പോൾ എല്ലാ ഭാഗവും നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നിക്ക് കോച്ച് മാറണം, അല്ലെങ്കിൽ കോച്ചിൻ്റെ മെൻറ്റാലിറ്റി മാറണം. ഇത് രണ്ടും മാറാതെ ഈ റിയൽ മാഡ്രിഡ് ക്ലബ്ബിൽ ഈ സ്ക്വാഡ് വെച്ചിട്ട് വേറെ ഒരു മാറ്റവും നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. ഇത് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്ന മത്സരത്തിൽ കാണാൻ വേണ്ടി സാധിക്കുക. ബെല്ലിംഗ്ഹാമിൻ്റെ അവസ്ഥയായാലും എന്താണ് എനിക്ക് ലാസ്റ്റ് കളിയിൽ എന്താണ് ബെല്ലിംഗ്ഹാമിന് സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബെല്ലിംഗ്ഹാമിന് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല.
കാരണം സെമി ഫൈനലിൽ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ബെല്ലിംഗാമിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. പക്ഷേ ഫൈനലിൽ സ്ക്രീനിലെ ബെല്ലിംഗാം എന്നൊരു പ്ലെയറിനെ കാണാൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ ഈ ഒരു വിമർശനത്തെക്കുറിച്ച് എനിക്ക് ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം.